ഹായ് ഫ്രണ്ട്സ്, കേറ്റഡ് കാറ്റഗറി 3 ഫിസിക്കൽ സയൻസിലെ കെമിസ്ട്രി ക്ലാസ്സസാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ആയിട്ടുള്ള ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, ന്യൂട്രോൺസ് ഇവയെക്കുറിച്ചും അതാരൊക്കെയാണ് കണ്ടുപിടിച്ചതെന്നൊരു കോഡ് രൂപത്തിലൊക്കെ പഠിച്ചിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ ആറ്റത്തിൻ്റെ മോഡൽസ്, ആറ്റത്തിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നാണ് നമ്മൾ പഠിക്കുന്നത്. സോ അറ്റോമിക് മോഡൽസിൽ നമ്മുടെ സിലബസ് അനുസരിച്ച് നമുക്ക് പഠിക്കാനുള്ളത് ഫസ്റ്റ് വൺ തോംസൺ മോഡൽ ഓഫ് ആറ്റം, second one Rutherford's planetary model of atom, and the third one is Bohr model of atom. ഈ മൂന്ന് മോഡൽസാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇന്നത്തെ ക്ലാസ്സിൽ ഫസ്റ്റ് മോഡൽ തോംസൺ മോഡൽ ഓഫ് ആറ്റം എന്താണെന്ന് നോക്കാം. തോംസൺ മോഡൽ ഓഫ് ആറ്റം, ആ പേര് പറയുന്നത് പോലെ തന്നെ ജെ തോംസൺ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. പിന്നെ RTC എന്ന് പറഞ്ഞൊരു കോഡ് വെച്ചിട്ട് അതിൽ ഇലക്ട്രോൺസിനെ കണ്ടുപിടിച്ചത് ജെ തോംസൺ ആണെന്ന് പറഞ്ഞു. സോ അദ്ദേഹത്തിൻ്റെ ഒരു മോഡലാണ് നമുക്കിന്ന് പരിചയപ്പെടാനുള്ളത്. ജെ തോംസൻ്റെ മോഡൽ പ്രകാരം ആറ്റത്തിന് ഒരു സ്പെറിക്കൽ ഷേപ്പാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു സ്പിയർ പോലെ, ഒരു ബോള് പോലെ ആണ് നമ്മുടെ ആറ്റത്തിൻ്റെ ഷേപ്പ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൽ പോസിറ്റീവ് ചാർജസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ്, അതായത് ഈ സ്പിയറിനകത്ത് മുഴുവനും പോസിറ്റീവ് ചാർജ്, പ്ലസ് ചാർജ് ഇങ്ങനെ മുഴുവനായിട്ടും നിറഞ്ഞു നിൽക്കുകയാണ്, മുഴുവനായിട്ടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് നോക്കുകയാണെങ്കിൽ ദ ഇലക്ട്രോൺസ് ആർ എംബഡഡ് ഇൻ ടു ഇറ്റ്. ഇനി ഈ പ്ലസ് ചാർജ് ഉള്ള ഈ സ്പിയറിലേക്ക് ഇലക്ട്രോൺസിനെ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് പോലെയാണ് ആറ്റത്തിൻ്റെ സ്ട്രക്ചർ എന്നാണ് ജെ തോംസൺ പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആ സ്ട്രക്ചർ എന്ന് നമുക്ക് നോക്കാം. ഇതാണ് തോംസൻ്റെ മോഡൽ ഓഫ് ആറ്റം. ഒരു സ്പിയർ പോലെയാണ് നമ്മുടെ ആറ്റം എന്ന് പറയുന്നത്. അതിൽ കംപ്ലീറ്റ് ഇതിനകത്തെല്ലാം ഈ ഡോട്ടിൽ കാണിച്ചിരിക്കുന്നത് ഒഴികെ ബാക്കി എല്ലാ പോർഷൻസും പോസിറ്റീവ് ചാർജാണ്, പോസിറ്റീവ് സ്പിയർ ആയിട്ടാണ് ഇതിനെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഇനി ഇതിനുള്ളിൽ ഇലക്ട്രോൺസിനെ, നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺസിനെ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇതാണ് തോംസൻ്റെ മോഡൽ എന്ന് പറയുന്നത്. ആറ്റത്തിൻ്റെ മോഡലിനെ കുറിച്ചിട്ട് തോംസൻ്റെ എക്സ്പ്ലനേഷൻ ഇങ്ങനെയായിരുന്നു. ഈ ഒരു എക്സ്പ്ലനേഷൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ മോഡലിന് പല പേരുകൾ നൽകുകയുണ്ടായി. അല്ലെങ്കിൽ തോംസൻ്റെ ആറ്റം മോഡലിന് പല പേരുകളുണ്ടെന്ന് നമുക്ക് പറയാം. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ പ്ലം പുഡിംഗ് മോഡലാണ്. അതായത് പുഡിംഗ് ഒക്കെ കണ്ടിട്ടുണ്ടാവും, അതിൽ പ്ലം അല്ലെങ്കിൽ ചെറി, റൈസിൻസ്, മുന്തിരിയൊക്കെ വെച്ചിട്ട് അലങ്കരിച്ച രീതിയിൽ ഒരു റൗണ്ട് ഷേപ്പിൽ, അപ്പോൾ അതിലിങ്ങനെ മുന്തിരിയൊക്കെ വെച്ചിട്ട് അലങ്കരിച്ച പോലെ, പ്ലം ഒക്കെ വെച്ച് പുഡ് ചെയ്തതുപോലെ ഉള്ള ഒരു സ്ട്രക്ചർ. അതുമായിട്ട് നമുക്ക് ജെ തോംസൻ്റെ ആറ്റം മോഡലിനെ നമുക്ക് ഉപമിക്കാം. ആ ഒരു മീനിങ്ങിൽ പ്ലം പുഡിംഗ് മോഡലെന്നും റൈസിൻ പുഡിംഗ് മോഡലെന്നും, മുന്തിരി അടുക്കി വെച്ചതുപോലെ, മുന്തിരി മീൻസ് അവിടെ ഇലക്ട്രോൺസിനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പ്ലം എന്ന് പറയുമ്പോൾ അവിടുത്തെ ഇലക്ട്രോൺസിനാണ് അവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു സിമിലാരിറ്റി, ആ ഒരു സ്ട്രക്ചറിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം. അതുപോലെ വാട്ടർ മെലൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം റെഡാണ്, കംപ്ലീറ്റ്ലി റെഡ് കളറാണ്. ആ റെഡ് കളറിനെ പോസിറ്റീവ് ചാർജായിട്ടും അതിലുള്ള ഓരോ സീഡ്, ബ്ലാക്ക് കളർ സീഡ് എന്ന് പറയുന്നത് അതിനെ ഇലക്ട്രോൺസുമായിട്ട് സങ്കല്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിൽ വാട്ടർ മെലൺ മോഡൽ എന്നും കൂടി നമ്മുടെ ഈ ജെ തോംസൻ്റെ മോഡലിനെ, ആറ്റത്തിൻ്റെ മോഡലിന് വിളിക്കാറുണ്ട് പേര്. ഓക്കെ, അപ്പോൾ പ്ലം പുഡിംഗ് മോഡൽ എന്ന് പറഞ്ഞാലും, റൈസിൻ പുഡിംഗ് മോഡൽ എന്ന് പറഞ്ഞാലും, വാട്ടർ മെലൺ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ജെ തോംസൻ്റെ ആറ്റം മോഡലിൽ പറയുന്ന മറ്റു പേരുകളാണ്. ഇതൊക്കെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത മോഡലിനെ കുറിച്ച് പഠിക്കാം. ഓക്കെ, താങ്ക് യു.